നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. UAE എന്തൊരു നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം മെസ്സേജിലൂടെ. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് കുറെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ആൻസർ ഞാൻ 1 by 1 ആയിട്ട് ഇടാം. അല്ലാണ്ട് കുറച്ച് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോം ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോം ഹെൽത്ത് കെയറിനെ കുറിച്ച് ഡീറ്റെയിൽസ് വൈസ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് നടക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ. പക്ഷെ അതിൻ്റെതും ചീത്തയായ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ ചീത്തയായ ഒരു വശം പറയാം. ഞാൻ ഫേസ് ചെയ്ത കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഹോം കെയറിലെ. അത് പറഞ്ഞിട്ട് എല്ലായിടത്തും അങ്ങനെയല്ല, പക്ഷെ ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലയന്റിന്റെ അടുത്ത് അതല്ലെങ്കിൽ രോഗിയുടെ അടുത്ത് പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലങ്ങൾ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവും, എന്താണ് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെയാണോ അവിടെ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവും. കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പോയി സർവീസ് ചെയ്തു കൊടുക്കുന്നതിനാണ് ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തൊരു സർവീസും ആയിക്കോട്ടെ, നമുക്ക് ചില ഹോം കെയർ സെന്റേഴ്സ് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നുണ്ട്, IV കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാക്സിൻസ് കൊടുക്കുന്നുണ്ട്, ബ്ലഡ് കളക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അഡൾട്ട് കെയർ, ചൈൽഡ് കെയർ, അങ്ങനത്തെ ഇതിലായിട്ട് മാത്രമായിട്ടുള്ള ഹോം കെയർസും ഉണ്ട്. രണ്ടും നടത്തുന്ന ഹോം കെയർസുകളും ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഇതെന്ന് പറയുന്ന ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ അവിടെ പോയിട്ട് അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. മറ്റത് ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻസ് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോ രണ്ടും വ്യത്യാസമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അവർക്ക് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പറ്റില്ല. ഹോസ്പിറ്റലിൽ ഒരു പരിധി വരെയൊക്കെ അവർക്ക് പറയാനും കാര്യങ്ങളും എല്ലാം കൊടുക്കാൻ പറ്റും. പക്ഷെ ഹോമിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല. അവര് ഫുള്ള് നമ്മളോട് ഓർഡറിങ് ആണ്, മൊത്തം ഓർഡറിങ് ആണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പൈസ കൊടുത്ത് ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സംഭവം ബുക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് അതിനനുസരിച്ചിട്ട് ഹോസ്പിറ്റലിലും ഡബിളിന്റെ ഡബിൾ അവർക്ക് എന്ത് ചെയ്യണം, കെയറും കാര്യങ്ങളും എല്ലാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ IV ഇഞ്ചക്ഷൻസ് അതുപോലെ തന്നെ ബ്ലഡ് കളക്ഷൻ അതിനെ കുറിച്ചൊന്ന് പറയാം എങ്ങനെയാന്നുള്ളത്. അതായത് നമ്മളിപ്പോ ഒരു ബുക്കിംഗ് കിട്ടുന്നു, അതിൽ നമുക്ക് ഓൾറെഡി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ ഹോം കെയർ കമ്പനി നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് വൈസും തരുന്നു. നമ്മൾ ലൊക്കേഷനിൽ നമുക്കൊരു ഡ്രൈവറേയും തരുന്നു, നമ്മൾ ലൊക്കേഷനിൽ പോകുന്നു. അപ്പൊ അവർ ഓൾറെഡി ഈ അഡ്മിനിൽ ഇരിക്കുന്ന ആൾക്കാർ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം പറഞ്ഞ് പ്രീ ബുക്ക് എല്ലാം ചെയ്ത് എല്ലാം കൺഫേം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ അവർ ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ പോകുമ്പോഴായിരിക്കും പേയ്മെന്റ് ചെയ്യുന്നത്. സർവീസ് കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് അങ്ങനെയാണ്, സർവീസ് കഴിഞ്ഞതിന് ശേഷം പേയ്മെന്റ് ചെയ്യുന്നുള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം കെയർ ആണല്ലോ, നമ്മൾ സർവീസ് കിട്ടോ എന്തോ എന്നുള്ളത് അവർക്കൊരു ട്രസ്റ്റ് വേണമല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു, ബുക്ക് ചെയ്യുന്നു, നമ്മൾ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നു. അധികവും ഫാസ്റ്റിങ്ങിലുള്ള ബ്ലഡ് ടെസ്റ്റുകളായിരിക്കും എല്ലാവരും ഓർഡർ ചെയ്യുന്നത്. അവർക്ക് എന്താ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ലാബിൽ പോകണ്ട, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ്ട, രജിസ്ട്രേഷൻ ചെയ്യണ്ട, ടോക്കൺ എടുക്കണ്ട, വെയിറ്റ് ചെയ്യണ്ട, ട്രാവൽ ചെയ്യണ്ട, ഇതെല്ലാം അവർക്ക് എളുപ്പമായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോം കെയർസ് അതിനനുസരിച്ചുള്ള ട്രാവലിംഗ് ചാർജ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കമ്പയറിംഗ് ടു ഹോസ്പിറ്റലിനെ കാട്ടി കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ ഡിസ്കൗണ്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. പല ഹോം കെയറുകളും വളരെ കുറച്ചൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ പോകുന്നു, കുത്തുന്നു. നിങ്ങൾ അറിയാം, നേഴ്സിംഗ് ഫീൽഡിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം, ബ്ലഡ് എടുക്കുന്നത് നമ്മൾ വെയിനിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ അവര് പറയുന്ന സൈറ്റിലായിരിക്കും, ചിലപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യും ഈ സൈറ്റിൽ കുത്തിയാൽ മതി എന്ന്. ചിലപ്പോൾ ആ സൈറ്റിൽ ഒരു വെയിനും ഉണ്ടാവില്ല. ചിലവർ പറയും ബ്രേക്കൽ ഏരിയയിൽ മാത്രം കുത്തിയാൽ മതി എന്നുള്ളത്, അവിടെ മാത്രമേ കുത്തിയാലേ എനിക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ നമ്മളെ എന്ത് ചെയ്യും, ഫോഴ്സ് ചെയ്തിട്ട് ഇതാക്കും. പക്ഷെ നമുക്ക് അവിടെ ഉണ്ടാവില്ല. വൺസ് നമ്മൾ കുത്തിയിട്ട്, ഇപ്പൊ നമുക്ക് അറിയാമല്ലോ, ബ്ലഡ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വയൽ മാത്രം എടുത്താൽ പോരാ. ഒരു 5 ml വെച്ചിട്ട് ചിലപ്പോൾ 2-3 ടെസ്റ്റിന് ഉണ്ടെങ്കിൽ ഒരു 2-3 വയൽ എടുക്കേണ്ടി വരും. അതിൽ 5 ml 3 ml 2 ml അങ്ങനെയൊക്കെ പറഞ്ഞ ബോട്ടിൽസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇതിൽ പോലെ സിറിഞ്ച് വെച്ചിട്ടല്ല നമ്മൾ എടുക്കുന്നത്. എന്ത് ചെയ്യുന്നു, ബട്ടർഫ്ലൈ നീഡിൽസ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ ചെന്നിട്ട് അവർക്ക് ഒറ്റ പ്രിക്കിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താവുന്നു, അവർ ആ സർവീസ് ക്യാൻസൽ ആക്കുന്നു. അധികവും ഇങ്ങനത്തെ സർവീസുകളൊക്കെ ബുക്ക് ചെയ്യുന്നത് അധികവും ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് കുറച്ച് VIP കളാണ് ഈ സർവീസുകളൊക്കെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് കുത്തിയിട്ട് ചിലപ്പോൾ ഒരു ബോട്ടിലാണ് കിട്ടിയെങ്കിൽ ബാക്കി ടെസ്റ്റിനുള്ള ബ്ലഡ്, അഥവാ ഒരു ഇപ്പൊ കുത്തുമ്പോ തന്നെ അവരുടെ ഭയങ്കര ആറ്റിറ്റ്യൂഡും കാര്യങ്ങളുമാണ്. എല്ലാവരും അങ്ങനെയാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഭയങ്കര ആറ്റിറ്റ്യൂഡും കാര്യങ്ങളുമാണ്. എന്തായാലും വെയിലിൽ കുത്തുമ്പോൾ പെയിൻ എന്തായാലും ഉണ്ടാവും, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അവരുടെ ഇത് തന്നെ മറ്റേത് ആദ്യം ഞാൻ ചെയ്തപ്പോൾ ഇത്ര വേദന ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞ് കമ്പാരിസൺ ഉണ്ടാവും. പിന്നെ അഥവാ നമുക്ക് കിട്ടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവരപ്പം തന്നെ എന്ത് ചെയ്യും, ആ സർവീസ് അവിടെ ക്യാൻസൽ ആക്കും. എനിക്ക് വേണ്ട ബ്ലഡ് ടെസ്റ്റ്, ഇനി എന്നെ കുത്താൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ എന്താവുന്നു, ആ ബുക്കിംഗ് ക്യാൻസൽ ആയി പോകുന്നു. അങ്ങനെ വൺസ് ഒരു ബുക്കിംഗ് നമ്മൾ കാരണം കൊണ്ട്
നമ്മൾ ഇത് കുത്തിയിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ക്യാൻസൽ ആയി പോയെങ്കിൽ എന്ത് ചെയ്യും, കമ്പനി നമ്മുടെ സാലറിയിൽ നിന്ന് അത് ഫുൾ എമൗണ്ട് അല്ലെങ്കിൽ ഒരു 50% എമൗണ്ട് കട്ടാക്കുന്നു. അതിപ്പോ ആദ്യമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഒരു ദിവസം 2-3 ക്ലാസ്, നമുക്കൊരു ഒരു ദിവസം ഒരു 5-6 ഒരു 10 ഞാൻ 10 കൂടുതലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താക്കുന്നുണ്ട്, അതിൽ ഒരെണ്ണമൊക്കെ ഇതായിക്കെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ 1-2 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവരെന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്തിട്ട് സാലറിന്ന് കട്ട് ചെയ്യും. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബ്ലഡ് എടുക്കുന്നത് അത്രയും അറിയുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ പോയി ജോലി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ ഇടാൻ പോകുന്നത്. ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കോസ്മെറ്റിക് ഡ്രഗ് ആണ് ഇടുന്നത്. അല്ലാണ്ട് നമ്മൾ ആന്റിബയോട്ടിക്കോ കാര്യങ്ങളോ നമ്മൾ റെയർ ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണം. അതുപോലെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കൺസെന്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് എല്ലാത്തിനും നമ്മൾ കൺസെന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആന്റിബയോട്ടിക് അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസിനൊക്കെ നമ്മൾ ഡോക്ടറുടെ ഓൾറെഡി നമുക്കൊരു ഡോക്ടർ ഉണ്ടാവും, അവരുടെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതെല്ലാം കൊടുക്കുന്നത്. അത് മേ ബി പേഷ്യൻസിന് ഓൾറെഡി ക്യാനിൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ആന്റിബയോട്ടിക് ഓൾറെഡി 1 ഡോസ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് വിത്ത് ക്യാനിലയിലേക്കായിരിക്കും വന്നിട്ടുണ്ടാവുക. ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാനിൽ ഇടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. എസ്പെഷ്യലി IV ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ കോസ്മെറ്റിക് ഡ്രഗ് ഞാൻ പറഞ്ഞല്ലോ, ഹെയർ ഫോള്, ആന്റി ഓക്സിഡന്റ്, പിന്നെ ലിവർ ഡിക്ടോസ്, പിന്നെ നാഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ സ്കിൻ വൈറ്റനിങ്, ഹെയർ ഗ്രോത്ത്, അങ്ങനെ കുറേ കോസ്മെറ്റിക് ഡ്രഗുകൾ വരുന്നുണ്ട്. അത് നമ്മൾ 500 ml ആഡ് ചെയ്തിട്ട് ക്യാനിലിട്ട് കൊടുക്കുകയാണ്. ക്യാനില നിങ്ങൾ ശ്രദ്ധിക്കണം, ക്യാനിൽ നമ്മൾ അത്രയും ചെറിയ ക്യാനിലാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഒരു അഡൾട്ട് പേഷ്യന്റ് നമ്മൾ 20, അതായത് ഒരു അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു ക്യാനിൽ ഇടുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 18 അങ്ങനെ നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പീഡിയാട്രിക്കിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻഫാന്റിന് ഉപയോഗിക്കുന്ന ഒരു 24 ഗോജിയുടെ ക്യാനിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 24, അത് പീഡിയാട്രിക് ഇൻഫന്റ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയാം, അവർക്കവരുടെ കുഞ്ഞ് വേണിന് ഉപയോഗിക്കുന്ന ക്യാനിലാണ് നമ്മൾ ഒരു അഡൾട്ടിന് ഉപയോഗിക്കുന്നത്. ഇൻക്ലൂഡിങ് അതടക്കം നമുക്ക് അഥവാ ഇൻ ചാൻസ് നമുക്ക് കുത്തിയിട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ ആ സർവീസ് ക്യാൻസൽ ചെയ്യും. അതും അതേപോലെ തന്നെ ബ്ലഡ് നമ്മൾ ബുക്ക് ചെയ്ത സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ വൺസ് നമ്മൾ ഇട്ടിട്ട് പകുതിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ എങ്ങാനും ബൾജായിട്ടുണ്ടെങ്കിൽ അവരിപ്പോ ഒതുങ്ങിയിരിക്കത്തില്ലല്ലോ, 1 hour ഉള്ളൂവെങ്കിലും ഈ ചെറിയ ക്യാനിലാകുമ്പോൾ മേ ബി 2 hours ഒക്കെ എടുക്കും, 1.5 hours ഒക്കെ എടുക്കും. നമുക്ക് അത്രയും സ്പീഡിൽ കൊടുക്കാൻ പറ്റില്ല. ഓരോ ഡ്രഗിനും ഓരോ റേറ്റ് ഫ്ലോ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരോട് പറഞ്ഞാൽ പോലും എന്ത് ചെയ്യുന്നില്ല, അവർ ഒതുങ്ങിയിരിക്കത്തില്ല. അങ്ങനെ വൺസ് ഇത് ബൾജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കമ്പനീനെ വിളിച്ച് നമ്മുടെ എന്ത് ചെയ്യും, കുറ്റം പറയും. അതുപോലെ തന്നെ എന്താക്കും, സർവീസ് ക്യാൻസൽ ആവും. അത്രയും ചിലപ്പം ഒരു 15 ml ഒക്കെ ബാലൻസ് ഉണ്ടാവുള്ളൂ 500-ല്. അവരെന്നാലും അത് ക്യാൻസൽ ചെയ്യും, പൈസ തരില്ല എന്ന് പറയും, ക്യാഷ് പേയ്മെന്റ് ചെയ്യില്ല. അത് രണ്ടാണ്. അപ്പൊ കാനിലയുടെ ഒരു ഫ്ലിബോട്ടമി നേഴ്സ് എന്ന രീതിയിൽ നന്നായിട്ട് വെല്ലായിട്ട് ക്യാനില ഇടാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാം, ആ സർവീസിനൊക്കെ പോയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ എല്ലാവർക്കും തന്നെ ഫ്രഷ് അസുഖം പിടിച്ചിട്ടല്ലല്ലോ അങ്ങനത്തെ IV ഒക്കെ എടുക്കുന്നത്. അവർക്ക് ഒരു കുഴപ്പമില്ല, അവരുടെ എക്സ്ട്രാ ആയിട്ട് ഹെയറിനും സ്കിന്നിനും ഒക്കെ വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നതായതുകൊണ്ട് അധികം മോസ്റ്റ് ഓഫ് ടൈമിലും ക്യാനിൽ അങ്ങനെ ഇഷ്യൂസ് ആയിട്ട് വരാറില്ല. പക്ഷെ ക്യാനിൽ ഇടാൻ നന്നായിട്ട് എഫിഷ്യന്റ് ആയി അറിയുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനത്തെ സർവീസുകളിലൊക്കെ പോയി ജോലി എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹോം കെയറിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡന്റ് ഇല്ല, നിങ്ങൾക്ക് ഒരു ഇതില്ലെങ്കിൽ ഇതിലൊന്നും പോയി വീഴരുത്, ഇതിലൊന്നും പോയിട്ട് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് എന്തിയാക്കാൻ പറ്റില്ല, അവര് നമ്മളെ നന്നായിട്ട് ഷൗട്ട് ചെയ്യും. അതുപോലെ തന്നെ കംപ്ലൈന്റും വരും. പിന്നെ ചിലപ്പോൾ അവര് നമ്മള് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതൊന്നും അറിയാണ്ടാണോ വിട്ടുന്നത്, എവിടുന്ന പഠിച്ചത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചിലർ DHL കംപ്ലൈന്റ് കൊടുക്കുന്നടക്കം പറയാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻസുകളും ആയിക്കോട്ടെ, ഇപ്പൊ IM ഇഞ്ചക്ഷൻസ് ആണെങ്കിലും നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണം, ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിലും ഇതുപോലെ തന്നെ അവർക്ക് വേദന പാടില്ല. IM ആണ്, നിങ്ങളത് ശ്രദ്ധിക്കുക. IM ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ എന്തായാലും ഒരു വേദന ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യണം, വേദന പാടില്ല. അങ്ങനെയൊക്കെ ക്ലയന്റുകൾ, ഓരോ ക്ലയന്റും ഭയങ്കരമായിട്ട് എന്താവും, നമ്മളെ ടോർച്ചർ ചെയ്യുന്നത്. ഒരു ഓൾമോസ്റ്റ് നേഴ്സസിന്റെ തലയിലാണ് എല്ലാ റെസ്പോൺസിബിലിറ്റി ഇരിക്കുന്നത്. അതാണ് ഹോം കെയറിലെ ഇങ്ങനത്തെ IV ഇഞ്ചക്ഷൻസ്, ബ്ലഡ് കളക്ഷൻ ഒക്കെ പോകുന്നതിനുള്ള ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതെല്ലാം ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഓവർകം ചെയ്ത് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു നേഴ്സ് ആണെങ്കിൽ നമുക്ക് അതൊരു ഇഷ്യൂ അല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചെന്ന് കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെതായ റിസ്ക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ആ ബ്ലഡ് കളക്ഷൻ IV കാര്യങ്ങൾ എന്നുള്ളത്. ബാക്കി എന്താന്നുള്ളത് ഞാൻ വീഡിയോ ലെങ്ത് ആയി പോകും, അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ ഈ ഹോം കെയറിൽ ഇങ്ങനത്തെ സർവീസ് ഒക്കെ, അതായത് ഇങ്ങനത്തെയൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്താക്കുക, അതിലൊക്കെ പോയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ഇതിന്റെ ബാലൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ. പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.